അതിലൊരു വീഡിയോ നീ ചെയ്തിട്ടുണ്ട്. ആഷിൻ ജാസിനെ പിരിച്ചിട്ട് അവന്റെ ഉമ്മാന്റെ പടച്ച തമ്പുരാൻ ഇറങ്ങി വന്നാലും ആഷിൻ ജാസിൻ പിരിയില്ല. ജാസിന്റെ കൈയുറമ്പർ ആഷിന്റെ കഴുത്തിന് തല പോണം. എന്നെ എന്റെ കുടുംബത്തിൽ ജാസിനായിട്ട് സ്വീകരിക്കാൻ പറ്റും സ്വീകരിച്ചാൽ അല്ലെങ്കിൽ സ്വീകരിക്കണമെന്നില്ല. പിന്നെ സ്വന്തം മാതാപിതാക്കളെ കണ്ണീര് കുടിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന കുറച്ച് സന്താനങ്ങൾ, കുറച്ച് മക്കളെ കുറിച്ച് സോഷ്യൽ മീഡിയ ഇങ്ങനെ കണ്ടുകൊടുക്കുകയാണ്. ഇവനാരാണെന്ന് നിങ്ങൾക്കറിയില്ല, ഞാൻ പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ. ഇവനും മറ്റേ ഇവന്റെ കൂടെയുള്ള ജാസിയും ഒരുമിച്ച് ജീവിക്കാണ്. രണ്ടും ആണാണ്. പറയുന്ന ജാസി ആണാണ്, പെൺവേഷം കെട്ടി ജീവിക്കാണ്. അപ്പൊ ജാസി ഭാര്യയായിട്ടും ആഷി ഭർത്താവായിട്ടാണ് ജീവിക്കുന്നതാണ് പറയുന്നത്. അപ്പൊ ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ഇവന്റെ ഉമ്മയുടെ കുറച്ച് വാക്കുകൾ മുഴുവനായിട്ട് കേട്ടിട്ടെങ്കിൽ ഉമ്മയുടെ കുറച്ച് വാക്കുകൾ കേട്ടു. ആ ഉമ്മ കരഞ്ഞുകൊണ്ടൊരു അഭിമുഖത്തിൽ പറയാം അനുഭവിക്കുന്ന വേദനകളും പ്രയാസങ്ങളും. ഈ മകനെ ഇന്നും ഉമ്മ സ്വീകരിക്കാൻ തയ്യാറാണ്, പക്ഷെ മറ്റവന്റെ കൂടെ ഉള്ള ജീവിതത്തിന് ഉമ്മ തയ്യാറല്ല. ഉമ്മ കുടുംബവും അംഗീകരിക്കാൻ തയ്യാറല്ല, അംഗീകരിക്കാൻ പറ്റത്തില്ല. അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അവനെ ഒഴിവാക്കിയിട്ട് സ്വന്തം വീട്ടിൽ കയറി വരാനാണ് ഉമ്മ ആവശ്യപ്പെടുന്നത്. മറ്റൊരു വിവാഹം കഴിച്ച് മറ്റൊരു പെൺകുട്ടി വിവാഹം കഴിച്ചിട്ട് മാന്യമായിട്ട് ജീവിക്കാനുള്ള ഒരു ആഗ്രഹം മാത്രമേ പറയുന്നുള്ളൂ. അതിന് തയ്യാറല്ലത്രേ. ഇവനെ എന്റെ കൂടെ കൂട്ടണം, എന്നിട്ട് കൂട്ടിയാൽ മതി, അല്ലെങ്കിൽ വേണ്ട. ജന്മം തന്ന ഉമ്മയോടെ പറയുന്നത് ആരോടാ പറയുന്നത്? ജന്മം നൽകിയ ഉമ്മയോട്. 10 മാസം ഗർഭം ചുമന്ന് ഏറ്റവും വലിയ വേദന, സുഖപ്രസവം എന്ന് നമ്മൾ ഓമന പേരിട്ട് വിളിക്കുന്ന ഏറ്റവും വലിയ വേദന സഹിച്ചുകൊണ്ട് പ്രസവിച്ചിട്ട് കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അത്ര കഷ്ടപ്പെട്ട് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പോരാളി വളർത്തിയെടുത്തിട്ട് ആ പോരാളിയോട് പറയാണ്, അവനെ കൂടി കൂട്ടാൻ നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ ഞാൻ നിങ്ങളെ വീട്ടിൽ വരുന്നില്ല എന്നാണ് പറയുന്നത് സ്വന്തം ഉമ്മയോട്. ആരോട്? പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പോരാളിയോട്. അവൻ പ്രവേശിക്കേണ്ട സ്വർഗത്തെക്കുറിച്ച് ഇസ്ലാം പറഞ്ഞത് എന്താണെന്നറിയോ? ഉമ്മാന്റെ കാലിന്റെ അടിയിലാണ് സ്വർഗം എന്ന് പറഞ്ഞത്. ആ സ്വർഗം എനിക്ക് വേണ്ട. ആ ഉമ്മയുടെ വേദനയേക്കാൾ വലുതല്ല മറ്റൊരു വേദനയും മറ്റൊരു വികാരവും. ആൺവേഷം കെട്ടി ആണായിട്ട് വേഷം കെട്ടിയിട്ട് കുറച്ചു കാലം ജീവിച്ച് പിന്നീട് പെണ്ണായിട്ട് വേഷം കെട്ടി ജീവിക്കണം. ഇവരുടെയൊക്കെ തോന്നിയവാസത്തിന് ഈ മാതാപിതാക്കൾ കൂട്ട് നിൽക്കണത്രേ. ഇവരുടെയൊക്കെ തോന്നിയവാസ ജീവിതത്തിന് മാതാപിതാക്കൾ കൂട്ട് നിൽക്കണത്രേ. അല്ലെങ്കിൽ മാതാപിതാക്കൾ വേണ്ടെന്ന് പറഞ്ഞു. ഈ വിഷയത്തിൽ ഈ സമൂഹത്തിന്റെ ഒരു ഇരട്ടത്താപ്പ് കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ഈ പറയുന്ന ആഷിയും ജാസിയുടെയും വിഷയത്തിൽ അവരുടെ വാൾ അവർ എന്ത് പോസ്റ്റിട്ടാലും അടിയിൽ വരുന്ന കമന്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ 2 പൂമ്പാറ്റകൾ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ പങ്കെടുക്കുന്ന ഇതേപോലെ ജീവിക്കുന്ന 2 പെൺകുട്ടികൾ, അവർക്ക് ഈ പ്രശ്നമല്ല. അവരുടെ കമന്റ് ബോക്സിൽ മൊത്തം പൂമ്പാറ്റകളാണ്. അപ്പൊ ബിഗ് ബോസിലെ പൂമ്പാറ്റകളാണ് അത്ര ഇവര്. പൂമ്പാറ്റകൾ ആരാണ്? ഒരു ആദില, ഒരു നൂറ. ഈ പറയുന്ന നൂറ എന്ന പെൺകുട്ടി കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഷോയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ പ്ലേ ചെയ്യാം. ഉപ്പയെ കുറിച്ച് പറയുന്ന വാക്കുകളാണ്. ഉപ്പക്ക് സൗദിയിൽ സൂപ്പർ മാർക്കറ്റാണ്. സൂപ്പർ മാർക്കറ്റിന്റെ പേര് എന്റെ പേര് നട്ടേക്കുന്നത്. പുള്ളി പറഞ്ഞല്ലേ 3 അബോഷൻ എന്റെ അമ്മക്ക് കഴിഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ അബോഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഉണ്ടാവുന്നത്. അത്രക്കും എന്താ പറയാ ആറ്റ് നോറ്റ് ഉണ്ടായ കുട്ടി എന്നൊക്കെ പറയല്ലോ, അങ്ങനെ ഉണ്ടായത്. അപ്പൊ ഇവര് 3 അബോഷൻ കഴിഞ്ഞിട്ട് കിട്ടിയ മോളാണ് ഈ നൂറാന്ന് പറയുന്ന പെൺകുട്ടി. 3 അബോഷൻ കഴിഞ്ഞിട്ട് എന്നിട്ട് ആ കുട്ടി അവർ നോക്കിയത് എങ്ങനെയാണെന്ന് ഈ പെണ്ണ് പറയുന്നുണ്ട്. തലയിലും വെക്കൂല, താഴെയും വെക്കൂല എന്ന രൂപത്തിലാണ് വളർത്തിയിട്ടുണ്ട്. അത്രയ്ക്ക് താലോലിച്ച് ഓമനിച്ച് വളർത്തിയിട്ടുണ്ട് മാതാപിതാക്കൾ. ഗൾഫിലെ സൂപ്പർ മാർക്കറ്റ് നോക്കുക. ആ സൂപ്പർ മാർക്കറ്റിന്റെ പേരിട്ടതും ഈ പെൺകുട്ടിയുടെ പേരാ. ഒന്ന് ആലോചിച്ച് നോക്കിയാ. ഈ മാതാപിതാക്കൾ ഒഴിവാക്കിയിട്ടല്ലേ ഈ പെണ്ണും മറ്റേ പെണ്ണ് അതിലെ തന്നെ 2 പെൺകുട്ടികൾ ഒരുമിച്ചിരിക്കുന്നത്, ഈ പറയുന്ന ആഷിയും ജാസിയും പോലെ. എന്നിട്ട് ഈ ഷോയിൽ ഉപ്പയെ കുറിച്ച് പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് സങ്കടം വരിക. 3 അബോഷൻ കഴിഞ്ഞിട്ട് ആ ഒരു കാലത്തിന് ശേഷം കിട്ടിയ മകള് ഇന്ന് ഈ രൂപത്തിൽ ജീവിച്ചിട്ട് ഈ സമൂഹത്തിന് മുമ്പിൽ ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ ആ മാതാപിതാക്കൾ അനുഭവിക്കുന്ന വേദന എത്രയാണെന്ന് ആലോചിച്ച് നോക്കി ഞങ്ങൾ. ഈ പറഞ്ഞ ഞാനൊരു ഉപ്പയാണ്, എനിക്കൊരു 3 വയസ്സുള്ള മകനുണ്ട്. ഞാനിപ്പോ എന്റെ കടയിലാണ്. ഞാൻ ഈ കടയിൽ നിന്ന് ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് പോകുമ്പോൾ ഞാൻ സ്റ്റെപ്പ് കയറി പോകുന്ന ശബ്ദം കേൾക്കുമ്പോൾ എന്റെ മകൻ സെൻട്രാൾ വന്ന് നിൽക്കും, തുള്ളിച്ചാടാൻ കൈമുട്ടിയിരിക്കും. ഞാൻ ഡോർ തുറക്കും, ഓടി വരുമ്പോൾ ഞാൻ അവനെ വാരിയെടുക്കും. ഇങ്ങനെയല്ലേ എന്റെ മാതാപിതാക്കൾ എന്നെ വളർത്തിയിട്ടുണ്ടാവുക? അങ്ങനെയല്ലേ ഞാൻ എന്റെ മകനെയും സ്നേഹിക്കുന്നേ? അപ്പോ ഈ മാതാപിതാക്കൾ ഇത്രയധികം താലോളിച്ച് ഓമനിച്ച് തലയിൽ വെക്കാതെ താഴെ വെക്കാതെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വളർത്തിയ മക്കള് ഇന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ അവരെ വ്യക്തിപരമായിട്ട് വേദനിപ്പിച്ചിട്ട് അവരെ പൊതുസമൂഹത്തിന് മുമ്പിൽ നാണം കടത്തിയിട്ട് അവർക്ക് സോഷ്യൽ മീഡിയയിലെ സെലിബ്രിറ്റി സ്റ്റാറ്റസും മറ്റും അവരുപയോഗിച്ചുകൊണ്ട് ഇത്തരം ഷോകളിൽ പങ്കെടുത്തിട്ട് അവർ സുഖസുന്ദരമായിട്ട് ഇപ്പൊ ജീവിക്കുമ്പോൾ കണ്ണീര് കുടിക്കുന്ന മാതാപിതാക്കളുടെ വേദന മനസ്സിലാക്കാത്ത ഇത്തരം മക്കളെ ഈ പൊതുസമൂഹം ഈ ഷോയിൽ പങ്കെടുക്കുന്ന ഈ പെൺകുട്ടികൾക്ക് ഇന്ന് വിളിക്കുന്ന പേരാ പൂമ്പാറ്റകൾ. ഉളുപ്പില്ലേ സമൂഹമേ? നാണവും മാനവും ഉളുപ്പും ലജ്ജയില്ലേ? ആശിക്കും ഈ പറയുന്ന ജാസിക്കും ഇല്ലാത്ത പ്രിവിലേജ് ഇവർക്ക് എന്തുകൊണ്ട് കിട്ടുന്നു? കാണാൻ സുന്ദരികളായ 2 പെൺകുട്ടികളായതുകൊണ്ടല്ലേ നിങ്ങൾ പൂമ്പാറ്റകൾ വിളിക്കുന്നത്? ആ ഷോയിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികൾക്ക് കൊടുക്കുന്ന പിന്തുണയിൽ ഏറ്റവും കൂടുതൽ പിന്തുണ ഇന്ന് പലരും കൊടുക്കുന്നത് ഈ പൂവാലന്മാരായ വാവാടവള്ളികളായ ആൾക്കാർ കൊടുക്കുന്നത് ഈ 2 പെൺകുട്ടികൾക്കാണ്. അതിൽ ഏറ്റവും കൂടുതൽ കമന്റ് ബോക്സിൽ നൂറ സ്വന്തം മാതാവിനെയും സ്വന്തം പിതാവിനെയും ധിക്കരിച്ചുകൊണ്ട്. എടോ, ഇതൊരു ആണും പെണ്ണും ഒരുമിച്ച് ജീവിക്കുന്നില്ല, ഒരു പെണ്ണും ആണും ഒരുമിച്ച് ജീവിക്കുന്നില്ല. ആഷിയും ജാസിയും 2 ആണായിട്ട് ജനിച്ചതാ. ഈ പറയുന്ന ആദിലയും നൂറയും 2 പെണ്ണായിട്ട് ജനിച്ചതാ. എങ്ങനെയാണോ മാതാപിതാക്കൾ ഇതിൽ അംഗീകരിക്കുക? ഒരു ആണും പെണ്ണും ആണെങ്കിൽ അവർ അംഗീകരിച്ചേനെ, ഒരുമിച്ച് വിവാഹം ജീവിക്കാൻ സമ്മതിച്ചേനെ, ഭാവിയിലെങ്കിലും അതിനൊരു സാധ്യത ഉണ്ടായേനെ. ഇതൊരു പെണ്ണും ഒരുമിച്ച് ജീവിക്കാൻ എങ്ങനെ മാതാപിതാക്കൾക്ക് സമ്മതിക്കാൻ കഴിയുക? അവർക്കുണ്ടാവില്ല അവരുടെ ആഗ്രഹങ്ങൾ. തന്റെ മകള് നല്ലൊരു ആണിന്റെ കൈ പിടിച്ച് പോകണം, തന്റെ മകളെ ഒരു ആണിന്റെ കൈ പിടിച്ച് നിക്കാഹ് ചെയ്തുകൊണ്ട് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഉപ്പയുണ്ടാവില്ലേ? അതാ കാണാൻ ആഗ്രഹിക്കുന്ന ഉമ്മയുണ്ടാവില്ലേ?
അവരുടെ പേരക്കുട്ടികളെ കണ്ട് ആഗ്രഹിച്ചിട്ട് കൊതി തീരാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾക്ക് മുമ്പിൽ ഇതുപോലുള്ള ജീവിതം ജീവിക്കുന്നവരെ അവരെ അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറയുന്ന പുരോഗമനവാദികൾക്ക് ഉളുപ്പില്ലേ അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ചോദിക്കാനുള്ളൂ. എന്തെങ്കിലും ഒരു കാരണം കൊണ്ടെങ്കിൽ നമുക്ക് ഇവരെ അംഗീകരിക്കാൻ പറ്റണമെങ്കിൽ ആണും പെണ്ണും ആയിരിക്കണം. അല്ലാണ്ട് ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാരെ എങ്ങനെ മാതാപിതാക്കൾ അംഗീകരിക്കണം ഇവർ പറയുന്നേ? ഇവരെ കല്യാണം എങ്ങനെയാണ് ഇവരെ കല്യാണം കഴിപ്പിച്ചിട്ട് വീട്ടിൽ കൂട്ടിയാൽ വേണ്ടേ? ആണോ? 4 ആൾക്കാരുടെ മുമ്പിൽ ഒരു ചടങ്ങിലോ ഒരു ഫംഗ്ഷനിലോ പങ്കെടുക്കും. ഇതാരാ? അതെന്റെ മോള്. അതോ മോള് ചങ്ങായി എന്താ പറയണ്ടേ? ഇതെന്റെ മകൻ. അതാരാ? മകന്റെ ചങ്ങായി എന്നാണോ? എന്താണ് പറയേണ്ടത്? എന്ത് പേരിട്ട് വിശേഷിപ്പിക്കണം? മാതാപിതാക്കൾക്ക് നാണക്കേടില്ലത്. നിങ്ങൾക്ക് പറയാൻ 100 കാരണങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ കാരണങ്ങളൊന്നും മാതാപിതാക്കളുടെ കണ്ണുനീരിന് മുമ്പിൽ കാരണങ്ങളല്ല. ഞാനതാ പറയുന്നു. ഒരു ആണും പെണ്ണും ആണെങ്കിൽ ആ ഒരു ബന്ധാണ് മാതാപിതാക്കൾ അംഗീകരിക്കാത്തുന്നെങ്കിൽ പിൽക്കാലത്തെങ്കിലും അംഗീകരിക്കുന്നു വെക്കുക. ഒരു കുഞ്ഞൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് മനസ്സിൽ മാറ്റം വരും. ഇത് എങ്ങനെയാണോ സ്വന്തം മാതാപിതാക്കൾ ഇതിനെ ഉൾക്കൊള്ളുക? എങ്ങനെയാണോ അംഗീകരിക്കുക? എന്നിട്ട് ഇവർക്ക് ഇപ്പൊ വിളിക്കുന്ന പേരെ പൂമ്പാറ്റകൾ. ആ പെൺകുട്ടി പറയുന്നത് കേൾക്കണം. നിലത്തും തൊടിക്കൂല, തലയിൽ വെക്കൂല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. എന്നെ ഭയങ്കര എന്താ പറയുക കാര്യമായിരുന്നു. പക്ഷെ ഉപ്പയായിട്ട് ഞാൻ ഓൾമോസ്റ്റ് എല്ലാം ഷെയർ ചെയ്യും. ഇപ്പൊ ഞാനിപ്പോൾ പരീക്ഷയ്ക്ക് തോറ്റതാണെങ്കിലും ഞാൻ ഉപ്പനോട് പറയും, ഉപ്പയെ ഞാൻ തോറ്റ്, എന്താണ് എനിക്ക് ഇത്ര മാർക്ക് കിട്ടില്ല. അപ്പോൾ പറയും അത് കുഴപ്പമില്ല നൂറ് മോളെ, അത് പ്രശ്നമല്ല, ഞാൻ അടുത്ത പഠിക്കണം, പഠിച്ച് ജയിക്കണം. ഉപ്പക്ക് എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ മോള് ഒരു വലിയ നിലയിലെത്തണം, ഒരു ജോലി കിട്ടണം, റാദർ ദാൻ കല്യാണം, പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ച് വിടുന്നേക്കാളും നല്ലത് മോളെ നല്ല നിലക്ക് പഠിപ്പിച്ചിട്ട് ഉയർന്ന ഉദ്യോഗം നേടുന്ന തരത്തിൽ വിദ്യാഭ്യാസം നൽകിയിട്ട് നല്ലൊരു ആണിന്റെ കൈ പിടിച്ച് കൊടുക്കാൻ ആഗ്രഹിച്ച ഉപ്പയെക്കുറിച്ച് ഈ മകൾ ഇങ്ങനെ ഒരു ഷോയിൽ വന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിക്കണ്ടേ? ഒന്ന് ആലോചിക്കണ്ടേ ഞാൻ ആരെക്കുറിച്ചാണ് പറയുന്നത്? ഞാൻ ഈ ഭൂമി ലോകത്ത് ജനിച്ചിട്ട് എന്നെ ഇത്രയും വലുതാക്കി വളർത്തിയ എന്റെ ഈ കാണുന്ന ശരീരവും എന്റെ ഈ കാണുന്ന ഊർജവും ആര് നൽകിയതാ? ഈ മാതാപിതാക്കൾ വളർത്തിയുണ്ടാക്കിയതല്ലേ? എന്നിട്ട് അവരുടെ സന്തോഷം തല്ല് തകർത്തുകൊണ്ട് ജനങ്ങൾക്കുപരി നാട്ടുകാർക്കുപരി അവരെ നാണം കെടുത്തിക്കൊണ്ട് ഇവരിപ്പോ ജീവിച്ചിട്ട് ഈ മാതാപിതാക്കളെ കുറിച്ച് പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ആ മാതാപിതാക്കൾ എത്ര കരയുന്നുണ്ടാവും, അവരുള്ളിൽ എത്ര വേദനിക്കുന്നുണ്ടാവും. എന്റെ പൊന്നുപ്പ പൊന്നുമ്മ ഇവരുടെയൊക്കെ മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കരയരുത്, നിങ്ങൾ വേദനിക്കരുത്. നിങ്ങളുടെ മക്കളാണ്, നിങ്ങൾ തള്ളിപ്പറഞ്ഞ ആ മക്കള്, അവരോർത്ത് നിങ്ങൾ വേദനിക്കരുതേ, നിങ്ങൾ കരയരുതേ എന്ന് ഒരു ആശ്വാസവാക്കെങ്കിലും ഞാൻ അവരോടൊന്ന് പറഞ്ഞോട്ടെ എന്നാണ് എന്റെ മനസ്സിൽ ഇപ്പൊ തോന്നിപ്പോകുന്നത്. അതുകൊണ്ട് ബിഗ് ബോസ് ഷോയിൽ പങ്കെടുക്കുന്ന കാരണം കൊണ്ട് അവർ പൂമ്പാറ്റകളായി മാറി. കാണാൻ സൗന്ദര്യമുള്ള പെൺകുട്ടികളായപ്പോ പാവാട വള്ളികൾക്കും പൂവാലന്മാർക്കും അവർ പൂമ്പാറ്റകളെ മാറി. അവരുടെ മത്സരത്തിൽ അവർക്ക് നല്ല പിന്തുണ കൊടുക്കാനും നല്ല സപ്പോർട്ട് കൊടുക്കാനും ഒരുപാട് റീൽസ് ഇട്ടിട്ടും മറ്റും ഒരുപാട് ആൾക്കാർ ഓടി നടക്കുക. ആർക്കായി സപ്പോർട്ട് കൊടുക്കുന്നേ? ആരെയായി പിന്തുണക്കുന്നേ? സ്വന്തം മാതാപിതാവിനെ, സ്വന്തം മാതാപിതാക്കളെ കണ്ണീര് കുടിപ്പിച്ച് ജനങ്ങൾക്ക് മുമ്പിൽ നാണം കെടുത്തിയ സന്താനങ്ങൾക്ക് ഇത്തരം പിന്തുണ കൊടുക്കുമ്പോൾ നീയും നിന്റെ ഉപ്പയോടും ഉമ്മയോടും അച്ഛനോടും അമ്മയോടും ഇങ്ങനെയാണോ പെരുമാറാറുള്ളത്? നീയും അവരിങ്ങനെ കണ്ണീര് കുടിപ്പിക്കുന്ന സന്താനാണോ? അല്ലയോ? ഒന്നൊന്ന് സ്വന്തം ആലോചിച്ച് നോക്കുക. പൂമ്പാറ്റകളും മറ്റത് കുണ്ടന്മാരും എത്ര നല്ല ഇരട്ട നിലപാടില്ലേ സമൂഹത്തിന്? അതുകൊണ്ട് സ്വന്തം മാതാപിതാക്കളെക്കാൾ വലുതായിട്ട് ഭൂമിയിൽ ഒന്നുമില്ല. ഉമ്മാന്റെ കാലടിയിൽ തന്നെയാണ് സ്വർഗം. ആ സ്വർഗം വേണ്ടെന്ന് വെച്ച് വേറൊരു ലോകത്ത് ജീവിക്കുന്നവർക്ക് പിന്തുണ കൊടുക്കുന്നവർ ആലോചിക്കേണ്ടതുണ്ട്. സമൂഹത്തിൽ എന്ത് നന്മയാണ് സ്വന്തം മാതാപിതാക്കൾക്ക് പോലും നന്ദിയില്ലാത്ത ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? അതുകൊണ്ട് ബിഗ് ബോസ് ഷോയിൽ പങ്കെടുക്കുന്ന സുന്ദരികൾക്ക് നൽകിയ പൂമ്പാറ്റ എന്ന് വരും. ഈ പറയുന്ന ആഷിക്കും ജാസിക്കും വിളിക്കുന്ന പേര് കുണ്ടനെന്നും. അത് എന്ത് ഇരട്ട നിലപാടാണ് സമൂഹമേ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി.